ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? ബീഹാറിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ട് ചോരി യാത്രയുടെ സമാപന ദിവസമാണ് ഇന്ന്. ആ യാത്രയിൽ ഉടനീളം ജനസാഗരമാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ബീഹാറിലെ സാധാരണക്കാരായ ജനങ്ങളാണ് ആ പരിപാടിയിൽ പങ്കാളിയാകുന്നത്. പക്ഷെ BJP-ക്കാർ അതിനെതിരെ എന്തെല്ലോ പരിപാടി നടത്തുന്നുണ്ട്. അതിന്റെ ഇടയ്ക്കെല്ലാം പോയി നോക്കുമ്പോൾ കുറെ കസേരയുണ്ട്, ലക്ഷക്കണക്കിന് കസേരയുണ്ട്. അതിലിരിക്കാനാണെങ്കിൽ ആരുമില്ല. സ്റ്റേജിലാണെങ്കിൽ BJP-ക്കാരായ കുറെ ചാണക സംഖ്യകൾ കുറച്ചെണ്ണം ഉണ്ട്. എന്തൊക്കെയായാലും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചോട്ടാ, ആ കസേരകളുണ്ടല്ല, ഇലക്ഷൻ ആകുമ്പോൾ ആ കസേരകൾക്ക് വരെ വോട്ടുണ്ടാവും. പക്ഷെ ഈ രാഹുൽ ഗാന്ധിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്ന കോടിക്കണക്കിന് സാധാരണക്കാർക്ക് വോട്ടുണ്ടാവില്ല. ആ കസേരകൾ വോട്ട് ചെയ്തിട്ട് BJP-ക്കാരെ വിജയിപ്പിക്കുന്ന അസുലഭ സുന്ദരമായ നിമിഷങ്ങൾ നമുക്ക് ബീഹാറിൽ കാണാൻ പറ്റും. ആ കസേരയിലിരിക്കാൻ ആരുമില്ലെങ്കിൽ എന്താടാ സംഖ്യയുടെ സ്വന്തം കമ്മീഷൻ ഇല്ലടാ, പിന്നെ ആര് വേണം അവർക്ക്? പക്ഷെ ആ പരിപാടി ഇപ്രാവശ്യം എന്തായാലും വിജയിപ്പിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും പിന്നെ ഇന്ത്യ സഖ്യത്തിലെ എല്ലാവരും കൂടി ശക്തമായ പ്രക്ഷോഭ പരിപാടിയാണ് അവിടെ നടത്തുന്നത്. അതിന്റെ കൂടെ ബീഹാറിലെ സാധാരണക്കാരായ ജനങ്ങളും ഒത്തൊരുമിച്ചുകൊണ്ട് ഇപ്രാവശ്യം നിങ്ങളുടെ വോട്ട് കള്ള പരിപാടി നടക്കുലടാ BJP എന്ന് പറഞ്ഞിട്ട് ശക്തമായി ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കേരളത്തിലെ സംഘികൾ ഇങ്ങനെ കുരുപൊട്ടുന്നത് രാഹുൽ ഗാന്ധിന്റെ പരിപാടിക്ക് ആളില്ല എന്ന് പറഞ്ഞ് ആ സംഘികളെ കുരുപൊട്ടിക്കുന്ന ഒരു ചെറിയ വീഡിയോ ഞാൻ വെച്ചുതരാം. കോടിക്കണക്കിന് ജനങ്ങളോടോ രാഹുൽ ഗാന്ധി വോട്ട് ചോറ് എന്ന് വിളിക്കുമ്പോ ഒരുമിച്ച് വിളിക്കുന്നത്. ആ വിളി കൊള്ളുന്നത് നിങ്ങൾ ചാണക സംഖ്യകൾക്കാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ആ വിളി രാഹുൽ ഗാന്ധി വിളിച്ചുകൊണ്ടേയിരിക്കുന്നത്. പിന്നെ എവിടെ കേരളത്തിലെ സംഖ്യക്ക് കുരു പൊട്ടാതിരിക്കും? കുരു പൊട്ടിക്കൊണ്ടേയിരിക്കും. കുറെ ചാണക സംഖ്യകൾ വന്നിട്ട് അതെല്ലാം AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ആൾക്കൂട്ടമാണ്. അല്ലാണ്ട് രാഹുൽ ഗാന്ധിന്റെ പരിപാടിക്ക് വന്ന ബീഹാറിലെ സാധാരണ ജനങ്ങളല്ലാന്ന്. ചാണക സംഖ്യകളെ നിങ്ങളതുപോലെ ഉണ്ടാക്കുന്നത് നമുക്ക് 100% ഉറപ്പുണ്ട്. നിങ്ങളെ നേതാക്കന്മാർ വരുമ്പോ കസേര മാത്രമേ ഉണ്ടാവും. ആ കസേര നിങ്ങൾ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരുപാട് ജനങ്ങളെ ഇരുത്തുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമുക്കെന്തായാലും വോട്ട് ചോരി യാത്രയുടെ സമാപന സമ്മേളനത്തിലെ ജനസാഗരത്തിന്റെ ഒരു വാർത്ത കണ്ടിട്ട് വന്നാലോ? തൗഫീഖ് അസ്ലം കൂടി തുടരുന്നുണ്ട്. തൗഫീഖ്, എവിടെ എത്തി ഇവരുടെ ഈ യാത്ര? അംബേദ്കർ പാർക്കിലേക്ക് എത്താൻ ഇനിയും ഒരുപാട് സമയമെടുക്കുമോ? യാത്ര മുന്നോട്ട് പോവുകയാണ്. ഇനിയും സമയമെടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അത്രയധികം ജനക്കൂട്ടം ഈ റോഡിന്റെ ഇരുവശങ്ങളിലുമായി ഇപ്പോൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അതിനിടയിൽ കൂടിയാണ് രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, തേജസ്വി യാദവ്, കൂടാതെ CPM-ന്റെയും CPI-യുടെയും TMC-യുടെയും മറ്റെല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കൾ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിക്കൊപ്പം ഈ തുറന്ന വാഹനത്തിൽ ഇപ്പോൾ ഉണ്ട്. വലിയ ജനത്തിരക്കുണ്ട്. അവരെ മാറ്റിക്കൊണ്ടാണ് യാത്ര ഇപ്പോൾ വളരെ മെല്ലെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ യാത്ര നേരെ പോകുന്നത് അംബേദ്കർ പാർക്കിലാണ്. അംബേദ്കർ പാർക്കിൽ എത്തിയതിനു ശേഷം അവർ അംബേദ്കർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും. അതിനുശേഷമായിരിക്കും സമാപന സമ്മേളനമെന്നാണ് ഇപ്പോൾ നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. സമാപന സമ്മേളനം എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. കാരണം അത്രയധികം ജനത്തിരക്കുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് അനുമതി നൽകിയിട്ടില്ല എന്നുള്ള വിവരം കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. വലിയ ജനപിന്തുണയോട് കൂടിയാണ് ഈ റാലി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. രാഹുൽ ഗാന്ധിക്ക് വാഹനത്തിന്റെ ഇരുവശങ്ങളിലുമായിട്ടും റോഡിന്റെ ഇരുവശങ്ങളിലുമായിട്ടും നിരവധി പ്രവർത്തകർ തടിച്ചുകൂടിയിരിക്കുന്നു. അവർ രാഹുൽ ഗാന്ധിക്ക് മുദ്രാവാക്യം വിളിക്കുന്നു. വോട്ട് ചോർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഈ റാലിയിൽ എല്ലാവരും ഇപ്പോൾ പങ്കെടുക്കുന്നത്. കോൺഗ്രസിന്റെയും RJD-യുടെയും അതോടൊപ്പം തന്നെ CPM-ന്റെയും എല്ലാം കൊടികൾ നമുക്കിവിടെ കാണാം. ആ കൊടികൾക്കിടയിലൂടെയാണ് രാഹുൽ ഗാന്ധിയുടെ വാഹനം ഇപ്പോൾ കടന്ന് മുന്നോട്ട് നീക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെ, തേജസ്വി യാദവ്, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ 3 ആളുകളാണ് വാഹനത്തിന്റെ മുൻനിരയിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഈ വാഹനം കണക്ക് പ്രകാരം അരമണിക്കൂറിനുള്ളിൽ ഗാന്ധി പാർക്കിൽ നിന്ന് അംബേദ്കർ പാർക്കിൽ എത്തിച്ചേരേണ്ടതായിരുന്നു. എന്നാൽ ഈ ജനത്തിരക്ക് മൂലം അരമണിക്കൂർ കൊണ്ട് എത്താൻ ഒരു സാധ്യതയുമില്ല. എത്തിയാൽ ഉടൻ അവിടെ പുഷ്പാർച്ചന നടത്തും. അതിനുശേഷമായിരിക്കും സമാപന സമ്മേളനം ഉണ്ടാവുക. വലിയ പിന്തുണ രാഹുലിന്റെ യാത്രയ്ക്ക് ലഭിക്കുന്നു. റോഡിന്റെ ഇരുവശങ്ങളിൽ നിരവധി ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് ആശംസകൾ അർപ്പിക്കുന്നു. യാത്ര മുന്നോട്ട് പോവുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചോട്ടെ, ചാണകങ്ങളെ പേടി കണ്ട ഈ പരിപാടിക്ക് അനുമതി കൊടുത്തില്ല. തീട്ട ചാണകങ്ങൾ അത്രമാത്രം ഭയക്കുന്നിട്ട സത്യം കാണാൻ വേണ്ടി ഇത്രമാത്രം പേടിച്ച് തൂറികൾ ലോകത്ത് വേറെ ഉണ്ടാവൂല. രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ യാത്ര മുന്നോട്ട് തന്നെ പോട്ടെ. രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഈ യാത്ര, പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടിയുള്ള ഈ യാത്ര മുന്നോട്ട് തന്നെ പോകട്ടെ. ജനാധിപത്യം സംരക്ഷിക്കപ്പെടട്ടെ. ചാണക സംഖ്യകൾ തൂറി തോക്കട്ടെ. ഈ പേടിച്ച് തൂറികൾ ചാണക സംഖ്യകൾ കാണിക്കുന്ന ഉഡായിപ്പ് പരിപാടി നമ്മൾ ഒരുപാട് ബീഹാറിൽ കേട്ടിട്ടുണ്ടല്ലോ. അതായത് ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരാക്കുന്നതും മരിച്ചവരെ ജീവിച്ചിരിക്കുന്നതുമായ വൻ ഉഡായിപ്പ് പരിപാടി രാഹുൽ ഗാന്ധി പൊളിച്ച് കൈ കൊടുത്തല്ല. ഇവൻ പുതിയൊരു ഉഡായിപ്പായിട്ട് വന്നിട്ടുണ്ട്. അത്രമാത്രം തൂറി പെറുക്കിയിട്ടുള്ള ഈ ചാണക സംഖ്യകൾ കഴുകാൻ വരെ വെള്ളമില്ലാത്ത അവസ്ഥയിലാണ് ചാണക സംഖ്യകളുള്ളത്. ബീഹാറിൽ നടന്ന പുതിയ ഉഡായിപ്പ് എന്താണെന്ന് നമുക്ക് കേട്ടി വന്നാലോ?
ബീഹാർ വോട്ടർ പട്ടികയിൽ വ്യാപക തട്ടിപ്പെന്ന് വ്യക്തമാക്കുന്ന പുതിയ തെളിവുകൾ പുറത്തുവിട്ട റിപ്പോർട്ടർ കളക്ടീവ്. ഒരു മണ്ഡലത്തിൽ ഒരേ പേരുകൾ ഒന്നിലധികം തവണ ചേർത്ത 1.88 ലക്ഷം കേസുകൾ കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 36 മണ്ഡലങ്ങളിലായി 1.88 ലക്ഷം വ്യാജന്മാർ, ഒരേ പേര്, ഒരേ സ്ഥലം, പ്രായം മാത്രം മാറ്റം. വ്യാസൻ വിവരങ്ങളുമായി സുനിൽ, വീണ്ടും ഒരു ക്രമക്കേടിന്റെ പുതിയ വിവരം കൂടി പുറത്തുവരികയാണ്. എന്താണ് ഇപ്പോൾ റിപ്പോർട്ടർ കളക്ടീവ് പുറത്തുവിട്ടിരിക്കുന്ന പുതിയ വിവരങ്ങൾ സുനിൽ? സ്മൃതി, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഏതായാലും റിപ്പോർട്ടർ കളക്ടീവ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ റിപ്പോർട്ടർ കളക്ടീവ് ഇങ്ങനെ വലിയ തോതിൽ വ്യാജന്മാർ ബീഹാറിലെ പുതുക്കിയ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയെന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. 39 മണ്ഡലങ്ങളിലാണ് റിപ്പോർട്ടർ കളക്ടീവ് അവരെ രണ്ടാം വട്ട പരിശോധന നടത്തിയത്. ഇതിൽ കണ്ടെത്തിയിരിക്കുന്നത് 1,87,643 കേസുകൾ ഇത്തരത്തിൽ ഇരട്ട വോട്ടർമാരുടേതായി കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടർ കളക്ടീവ് പറയുന്നത്. ഒരേ പേരുകൾ, ഒരേ സ്ഥലം, അതേസമയം പ്രായം മാത്രം വ്യത്യാസം. അതുപോലെ തന്നെ 1,02,000 പേർക്ക് 2 തെരഞ്ഞെടുപ്പ് ID കാർഡുകൾ ഉണ്ട് എന്നും റിപ്പോർട്ടർ കളക്ടീവ് ചൂണ്ടിക്കാണിക്കുന്നു. 25,862 പേർ 2 തവണ പേരുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ വ്യാപകമായ ക്രമക്കേട് ഓഗസ്റ്റ് 1-ാം തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച പുതുക്കിയ വോട്ടർ പട്ടികയുടെ കരടിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടർ കളക്ടീവ് പറയുന്നത്. ഏകദേശം 32 മണ്ഡലങ്ങളിൽ മാത്രം 3.5 ലക്ഷം കള്ളവോട്ടുകൾ ചേർന്നാണ് ഇപ്പം കണ്ടുപിടിച്ചിട്ടുള്ളത്. അത് കണ്ടുപിടിച്ചത് മാത്രമാണ് കേട്ടാ. കണ്ടുപിടിക്കാത്ത എത്ര ലക്ഷക്കണക്കിന് വോട്ട് അവിടെ ആക്കിയിട്ടുണ്ടോ അവര്. നിങ്ങൾ കണ്ട ഇലക്ഷൻ കഴിഞ്ഞിട്ട് ബീഹാറിൽ വോട്ട് ഉണ്ടെന്ന് അന്ന് ഉച്ചവരെ നമ്മളെ തേജസ്വി യാദവ് ലീഡ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ കണ്ടോ, തേജസ്വി യാദവിന്റെ ടീമെല്ലാം തോക്കും. അതായത് വിജയിച്ചു നിൽക്കുന്നവർ തോക്കും, തോറ്റു നിൽക്കുന്നവർ വിജയിക്കുന്ന അസുലഭ സുന്ദര നിമിഷങ്ങളായിരിക്കും നമ്മൾ ബീഹാറിൽ വോട്ടെണ്ണെന്ന് കാണാൻ പോകുന്നത്. വെറും സെക്കൻഡുകൾ കൊണ്ട് ലക്ഷക്കണക്കിന് വോട്ടിന്റെ ലീഡുള്ള തേജസ്വി യാദവിന്റെ ടീം മൊത്തം ലക്ഷക്കണക്കിന് വോട്ട് തോറ്റുപോകുന്ന അതിഭീകരമായ മേജിക് ആയിരിക്കും ആ ഇലക്ഷനിൽ നമ്മൾ കാണാൻ പോകുന്നത്. അവിടെ നിങ്ങൾ പോയിട്ട് കമ്മീഷനോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാല് നോ ചോദ്യം നോ ഉത്തരം. നിങ്ങൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വീഡിയോ എങ്ങാനും കമ്മീഷനോട് ചോദിച്ചാൽ കമ്മീഷൻ എന്താ പറയാ, ആ വീഡിയോയിൽ സ്ത്രീകളുണ്ട്, അതായത് അമ്മയും പെങ്ങന്മാരുണ്ട്, അവരെ കാണിക്കുന്ന ഒരൊറ്റ വീഡിയോ നമ്മൾ കാണിച്ചു തരില്ല എന്നായിരിക്കും കമ്മീഷന്റെ മറുപടി. എല്ലാണ്ട് അവിടെ സത്യസന്ധമായിട്ടാണ് ഇലക്ഷൻ നടക്കുന്നതെങ്കിൽ, ബീഹാറിൽ ഇലക്ഷൻ നടക്കുന്നതെങ്കിൽ തേജസ്വി യാദവും ഇന്ത്യ സഖ്യവും വൻ ഭൂരിപക്ഷത്തിൽ എന്ന് പറഞ്ഞാൽ ചാണക സംഖ്യയോട് തൂറിത്തോക്കും. അതുപോലത്തെ ഭൂരിപക്ഷത്തിൽ ബീഹാറിൽ തേജസ്വി യാദവും ഇന്ത്യ സഖ്യവും വിജയിക്കും. പക്ഷെ അങ്ങനെ സത്യസന്ധമായ ഒരു ഇലക്ഷൻ നടക്കണമെങ്കിൽ ഒരുപാട് പണിയുണ്ട്. ഒരുപാട് പണി എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഈ കാണിക്കുന്ന പരിപാടി ഒന്നും പോരാ, അതിന്റെയും മുകളിൽ കാണിക്കണം. പക്ഷെ ആ പരിപാടിയൊക്കെ പൊളിക്കാൻ വേണ്ടി ചാണക സംഖ്യകൾ പല വിവാദങ്ങൾ ഉണ്ടാക്കും. ആ വിവാദങ്ങളിൽ നിന്നും പോയിട്ട് അധികം തലയിടാണ്ട് ഈ ഒരു സംഭവത്തിൽ തന്നെ വോട്ട് കള്ളന്മാരുടെ പിന്നാലെ തന്നെ രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും നമ്മളെപ്പോലുള്ള എല്ലാ സാധാരണക്കാരും നിൽക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന ബീഹാറിൽ ഇന്ത്യ സഖ്യം തോറ്റു കഴിഞ്ഞാല് പിന്നൊരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കേ വേണ്ട. കുഞ്ഞിരാമായണത്തിൽ വിനീത് ശ്രീനിവാസൻ പറഞ്ഞ അവസ്ഥയായിരിക്കും ഇനിയൊരു തിരിച്ചുവരവില്ല ഉണ്ണിയെന്ന്. കാരണം അത്രമാത്രം കള്ളത്തരത്തിലൂടെ ഇവര് പിടി മുറുക്കി കളഞ്ഞു. പക്ഷെ അവര് മുറുക്കി ആ വൃത്തികെട്ട പിടി അഴിക്കാനുള്ള അവസാനത്തെ ശ്രമമാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ്. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, ജനാധിപത്യം പുലരും രാഹുൽ ഗാന്ധി ശ്രമിക്കുന്ന ഈ ശ്രമം വൻ വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.